ഇനിയും നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു പാതയുണ്ട് വയനാട്ടിൽ. വെള്ളമുണ്ട പുളിഞ്ഞാൽ മുതക്കര റോഡിനാണ് ഈ ദുരവസ്ഥ. പണിതിട്ടും പണിതീരാത്ത ഈ പാതയിലേക്ക് 24 വാർത്താ സംഘം വീണ്ടും എത്തി. ഒന്നര വർഷം മുമ്പ് ഈ റോഡിൽ വെറും മണ്ണായിരുന്നു. ഇപ്പോൾ പാറപ്പൊടിയാണ്. മറ്റൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്ന് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. രോഗികളാവുക എന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. വീടുകളെല്ലാം പൊതിഞ്ഞ് സീറ്റ് വാങ്ങി കെട്ടി ഇങ്ങനെയല്ല ഇപ്പോൾ ഉള്ളത്. ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. ഇനിയൊരു മോശം പറയാനില്ല. ഇതുവരെ മൺപൊടിയാണ്, പക്ഷേ ഇതുവരെ ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ പാറപ്പൊടിയാണ് കുട്ടികളൊക്കെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്പത്രിയിൽ പോയാൽ പുളിഞ്ഞാൽ പ്രദേശത്തെ ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരുള്ളത്. വെള്ളമുണ്ടയിൽ നിന്ന് പുളിഞ്ഞാൽ മുതക്കര വരെ നീളുന്ന 8.5 കിലോമീറ്റർ ദൂരം പാതയാണ് ഇന്നും യാത്രാ ദുരിതത്തെ നേരിടുന്നത്. റോഡിൽ ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് മെറ്റലും കോറിപ്പൊടിയും ഇട്ട് പോയതാണ്. പിന്നീട് എവിടെയും എത്തിയിട്ടില്ല നിർമ്മാണ പ്രവർത്തനം. ഈ രണ്ടാമത് ഇപ്പം കണ്ടിരിക്കുന്ന കല്ലിട്ട് പോയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. പിന്നെ തുലാമഴയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പിന്നെ ആ എക്സ്ക്യൂസും പറഞ്ഞിട്ട് പണി തുടർന്ന് പോകാതിരിക്കുകയാണ്. ഇപ്പം മഴ മാറി നിന്നിട്ട് കുറച്ച് സമയമായി. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നീക്കവും ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെക്കുന്നില്ല. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 കോടി രൂപ ചെലവിൽ നിർമ്മാണം തുടങ്ങിയതാണ്. ഇപ്പോഴും പ്രവൃത്തി അനന്തമായി നീളുന്നു. ഏതാണ്ട് 5 വർഷത്തോളമായി ഞങ്ങൾ ഈ ഒരു ദുരിതം അനുഭവിക്കുകയാണ്. തീർച്ചയായും ഒരു വിദൂരമല്ലാതെ ഈ ആഴ്ച തന്നെ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനു മുമ്പേ ഈ റോഡ് പണി ആരംഭിച്ചാൽ അവർക്ക് നല്ലതാണ്. എന്നുമാറും ഈ നാട്ടുകാരുടെ ദുരിതമെന്നാണ് ഉയരുന്ന ചോദ്യം. പ്രതിഷേധ വഴിയിലേക്ക് വീണ്ടും ഇറങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട് പ്രദേശവാസികൾ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.